അങ്ങനെ റിമുമോള് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളവിടെ വന്നിങ്ങനെ സ്റ്റേ ചെയ്യുന്നത്. അതും അനിയനും അനിയൻ്റെ വൈഫും ഇല്ലാതെ അവൾ മാത്രമായിട്ട് നമ്മളെ കൂടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് രാത്രി തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ അവൾ നമ്മളെ കൂടെ കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് സ്കൂളിൽ പോകണം, ആരെന്നെ വിളിക്കാൻ വരും, അതിന് മുമ്പ് അവളെ റെഡിയാക്കി നിൽക്കണം. 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവളെ വിളിച്ചുണർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പല്ല് തേപ്പിച്ചു, കുളിപ്പിച്ചു. അതിനുശേഷം അവൾക്ക് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് നേരം തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ മടിയിലിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒരുക്കി ഞാൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാപ്പി ഒരു വിധത്തിലും കഴിക്കാതെ സമ്മതിക്കുന്നില്ല, വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ആലോചിച്ച് ഒരു ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല നെയ്യൊക്കെ വീട്ടി പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു ദോശ ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൾ കഴിച്ചു കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കൾ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. പിന്നെ അവൾ പോണതിന് മുമ്പ് അവരെ വന്ന് കണ്ട് അവർക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകാൻ വന്നതാണ്. പക്ഷെ അവരും എണീറ്റിട്ടുണ്ടായിരുന്നു, അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ റിമുമോള് പോകുന്നത്. ഇനിയിപ്പം നിൽക്കും ഉറപ്പുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവളെ വിളിച്ചോണ്ട് നിർത്താമല്ലോ.